നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഉറക്കണിച്ചതുള്ളൂ. ഇന്നലെ രാത്രി പോയി മാരീഷൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പോയി കണ്ടായിരുന്നു. നമ്മുടെ ഫാഫയും അതേപോലെ വടിവേലുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മാറ്റാൻ അഭിനയം രണ്ടെണ്ണവും ഓഫ്. ഈ സിനിമയുടെ കഥയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നൊരു ഭയങ്കരമായിട്ടൊരു ഒരു റോഡ് ട്രിപ്പിൽ നിന്നും തുടങ്ങി ഒരു ജോണർ ഷിഫ്റ്റിലോട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിലിമാണ്. ഞാൻ പറയാം, ഇവരെ പെർഫോമൻസസ് ആണ് ഈ സിനിമയെ ഭയങ്കരമായിട്ട് നമ്മൾ ഹുക്ക് ചെയ്ത് ഇരുത്തുന്ന ഒരു കീ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് വാച്ച്. എന്താ പറയുക, ഒരു ഭയങ്കര പടമൊന്നുമല്ല, ബട്ട് നമുക്കൊരു എന്താ പറയുക, കണ്ടിരിക്കുക. ഇപ്പം സോഷ്യൽ മെസ്സേജ് എന്നുള്ളൊരു സാധനം അപാരമായിട്ട് ഈ സിനിമയിലുണ്ട്. എസ്പെഷ്യലി എനിക്കും ഇഷ്ടമല്ലാത്തൊരു ഒരു ക്രൈമാണ് ഇത്. ഇപ്പോൾ കുറേ എണ്ണം ഇതിനെ ഒരുമാതിരി നോർമലൈസ് ചെയ്യാനൊക്കെ കുറേ എണ്ണം അങ്ങ് അമേരിക്കയിൽ നടപ്പണം. അവനെയൊക്കെ സത്യം പറഞ്ഞാൽ കാല് തല്ലി ഓടിക്കണമെന്ന് എനിക്ക് നല്ല എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സാധനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണത്. അത് അത്രയ്ക്കും അങ്ങനെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള രീതിയിലൊന്നും കാണിക്കുന്നില്ല. അതായത് അങ്ങനത്തെ ഒരു വിഷ്വൽസോ കാര്യങ്ങളൊന്നും കാണിക്കാതെ തന്നെ നമുക്ക് ഈ പറയുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. ആൻഡ് ഫാഫ ഗംഭീരമായിട്ട് ആ ഒരു ഇന്നസെൻസ് ആണെങ്കിലും പുള്ളിയുടെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. പുള്ളി മറ്റേ തൊണ്ടി മുതലും ദിക്സാക്ഷിയെല്ലാം ചെയ്തൊരു പരിപാടി തന്നെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് പിടിച്ച് എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു കള്ളൻ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. വടിവേലും അടിപൊളിയായിരുന്നു. വടിവേലു സൂപ്പറായിരുന്നു കേട്ടോ. ചില ഇമോഷണൽ സീനൊക്കെ ഹി വാസ് ടു ഗുഡ്. ഞാൻ പറയേ, നമ്മളൊക്കെ വടിവേലു എന്ന് പറയുമ്പോൾ കാതല്ല വടിവേലു. പിന്നെ ഒരുപാട് തമിഴ് സിനിമയിൽ ഇപ്പോഴത്തേക്ക് ഈ തമിഴ് മീംസിലൊക്കെ കണ്ടില്ലേ, പുള്ളി ഇല്ലെങ്കിൽ ഈ തമിഴ് മീം ഇല്ല. അതാണ് അവസ്ഥ, മനസ്സിലായില്ലേ? അത്ര രസമായിട്ടാണ് പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻസ് ആസ് എ എന്താ പറയുക, ഒരു ക്യാരക്ടർ റോൾ ഒക്കെ ചെയ്യാനൊക്കെ ഇത്ര ഈസി ആയിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്ന് കാണിക്കുന്ന ഒരു നല്ലൊരു പടം. സുധീഷ് ശങ്കറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി പരസ്പരം സീരിയൽ എടുത്ത മനുഷ്യനാണെന്ന്. ഏത് നമ്മുടെ എൻ്റെ പൊന്നു, ഇത് ഞാൻ ഞെട്ടി കേട്ടാ. പുള്ളി ചെയ്തത് വില്ലാളി വീരൻ പരസ്പരം സീരിയൽ. പുള്ളി സീരിയൽ ഡയറക്ടറാണ്. ഇവിടെ എന്നാ ഡയറക്ഷൻ ആടാ ഇത്. കൊള്ളാം കേട്ടോ, നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹ്യൂമറിൽ ചാലിച്ചിട്ടാണ് നമുക്ക് ഈ സാധനം പ്രസന്റ് ചെയ്യുന്നത്. ഹ്യൂമർ ചെയ്യാൻ പറ്റിയ രണ്ട് നടന്മാരുമാണ്. അപ്പോൾ അവരെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നൈസാണ്. പിന്നെ വി കൃഷ്ണമൂർത്തിയാണ് ഇതിൻ്റെ റൈറ്റിംഗ് ആയിരിക്കണം. അത്രയും നല്ലൊരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ ഡയറക്ടറിന് അത്യാവശ്യം നല്ലൊരു ടീമും ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ ഫീൽ ഇതിൻ്റെ ഒരു മെയിൻ ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് സിനിമാറ്റോഗ്രഫി കലൈ സെൽവൻ ശിവാജി, എഡിറ്റഡ് ബൈ ശ്രീജിത്ത് സരങ്. യുവൻ ശങ്കർ രാജ മ്യൂസിക് നല്ല രസമായിരുന്നു കേട്ടോ, നല്ല മ്യൂസിക് ഒക്കെ ആയിരുന്നു അത്. പിന്നെ അതുപോലെ യുവൻ ശങ്കർ രാജ ആയതുകൊണ്ട് തന്നെ ഇളയരാജ അങ്ങേരെ പാട്ട് യൂസ് ചെയ്യണതിന് കോപ്പി റൈറ്റ് കൊടുക്കൂല. ബാക്കിയുള്ളവർ യൂസ് ചെയ്ത് ഞാൻ അപ്പം വരും അണ്ണൻ എവിടെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ ഇത് മോനായതുകൊണ്ട് മോൻ എന്ത് യൂസ് ചെയ്യാം. മോന് അങ്ങനത്തെ യാതൊരു വിഷയമില്ല. അങ്ങേക്കും കൂടെ കോപ്പി റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡ്രാമ കാണാം കേട്ടോ. അതുകൊണ്ട് പുള്ളിയാണ് ചെയ്തേക്കണേ. ഒരു 2.5 മണിക്കൂറാണ് പടം. എനിക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കാമായിരുന്നു എന്ന് പേഴ്സണൽ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ നല്ല ഒരു മെസ്സേജുള്ള, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത, നല്ല പെർഫോമൻസസ് ഉള്ള, പിന്നെ പഴയ നമ്മുടെ നിറം സിനിമയിലെ ശുക്രിയ എന്ന് പറഞ്ഞൊരു ഇവരെ പേരെന്തിനായിരുന്നു, കോവൈ സരളെ അങ്ങനെയല്ലേ അവരെ പേര്. ഒരു കോമഡി ആക്ട്രസ്സാണ് പുള്ളിക്കാരി. ഇതിലൊരു പോലീസിൻ്റെ ഒരു വേഷം ചെയ്തിട്ടുണ്ട്, ഇതൊരു സീരിയസ് ആയിട്ടൊക്കെ. അത് ഭയങ്കരമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ബിക്കോസ് എന്താ പറയുക, നമുക്കൊരു അങ്ങനെ പുള്ളിക്കാരി ഡിമാൻഡ് ചെയ്യുന്നൊരു റോളായിരുന്നൊന്നും എനിക്ക് തോന്നില്ല. പക്ഷേ പുള്ളി അത് ചെയ്ത് കുറേ നാൾക്ക് ശേഷം പുള്ളിക്കാരി സ്ക്രീനിൽ കണ്ടതിലൊരു സന്തോഷം. പണ്ട് നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ചൊരു നടിയാണ്. ഞാൻ പറയും, നിറം സിനിമ കണ്ടവർക്കൊക്കെ അറിയാം, ശുക്രിയ എന്ന് പറഞ്ഞ പാട്ടിലൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രസകരമായ പടം. ഒരുപാട് ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ സിനിമ പറയുന്നുണ്ട്. അങ്ങനെ കുറേ രസമാണ്. പിന്നെ നമ്മളാരും അല്ല ജസ്റ്റിസിനെയൊക്കെ കയ്യിലെടുക്കാനൊക്കെ. അത് ഞാൻ അവസാനം ഒന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മളത് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ കയ്യടി കിട്ടും. ജീവിതത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ജയിലും ഇടിയും ജയിലിലുള്ള പരിപാടികളൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് അതാണ് പറയാനുള്ളത്. ഡോണ്ട് ടേക്ക് ജസ്റ്റിസ് ഇൻ യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. കിങ്ഡം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിലീസ് 31 ഞാൻ അത് ട്രെയിലർ കാണണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഡയറക്റ്റ് സിനിമ പോയി കണ്ടാലോ എന്ന് ആലോചിക്കുകയാണ്. നമ്മുടെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കിലാണ്. പിന്നെ നമ്മുടെ ലൈഗർ സ്റ്റാർ ദേവരെ കൊണ്ട. പക്ഷേ
വിജയ് ദേവരക്കൊണ്ട എനിക്ക് ഞാൻ അവസാനം വിജയ് ദേവരക്കൊണ്ട കാണുന്നത് അർജുനായിട്ടാണ് കൽക്കിയിലെ. അത് വേറെ ലെവലായിരുന്നു. അത് വേറെ ലെവലാണ്. അത് ആ ഒരു നല്ല ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് പോണത്. ട്രെയിലർ കാണാതെ ഡയറക്റ്റ് സിനിമ കണ്ടാലോ എന്ന് ആലോചിക്കുകയാണ്. എന്തായാലും ഓഗസ്റ്റ് 2 നമ്മുടെ കൂരിയുടെ ട്രെയിലർ അതെന്തായാലും റിയാക്ട് ചെയ്യും. സോ ഡയറക്റ്റ് സിനിമ കാണാം, അതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് പോയിരുന്നു ഒരു ഇതും ഇല്ലാതെ കാണാം. അങ്ങനെ ചെയ്യാടെ. വാ അപ്പം ശരി ഇന്ന്.